ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ SAP ഫോർ മല്ലൂസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് FICO കമ്പോണൻസ് എന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സിനെ പറ്റിയാണ്. നമുക്ക് ആദ്യമായിട്ട് എന്താണ് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ് എന്നത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജനറൽ ലെഡ്ജർ എന്നത് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു കമ്പനിയുടെ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലായിരിക്കും. അതായത് സെയിൽസ്, പർച്ചേസ്, ഏത് എക്സ്പെൻസ് ആയിക്കോട്ടെ അതെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലായിരിക്കും. എല്ലാ ഫിനാൻഷ്യൽ എൻട്രീസും ജനറൽ ലെഡ്ജർ അക്കൗണ്ടിങ്ങിലോട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്പനി ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു GL അക്കൗണ്ട് സ്ട്രക്ചർ ഏതെല്ലാം നോക്കാം. ഒരു GL അക്കൗണ്ടിന് അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കൗണ്ട് നെയിം ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് അക്കൗണ്ട് ഗ്രൂപ്പ്, അതായത് ഏത് അക്കൗണ്ട് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കണം. അത് അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, എക്സ്പെൻസ് ആണോ എന്നത് മെൻഷൻ ചെയ്തിരിക്കണം. അടുത്തായിട്ട് കൺട്രോൾ ഡേറ്റ, അതായത് ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അത് എനേബിൾ ആയിട്ടുണ്ടോ, ടാക്സ് കോഡ് റിലവൻ്റ് ആണോ എന്നതൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം. ഓപ്പൺ ഐറ്റം മാനേജ്മെൻറ്റ് എന്നാൽ എന്തെന്നൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അടുത്തതായിട്ടാണ് ടൈപ്സ് ഓഫ് GL അക്കൗണ്ട്. നമ്മൾ ഓൾറെഡി ഡിഗ്രിക്കൊക്കെ പഠിച്ചതാണ് എന്താണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത്. അതായത് അസറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യാഷ്, ഇൻവെൻട്രി, ബിൽഡിങ്സിനെയൊക്കെ പറഞ്ഞവരാണ് അസറ്റ്. അടുത്തായിട്ട് ലയബിലിറ്റി, അക്കൗണ്ട്സ് പേയബിളൊക്കെ, ലോണ്, അതൊക്കെയാണ് ലയബിലിറ്റീസ്. അടുത്ത റവന്യൂ അല്ലെങ്കിൽ ഇൻകം, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും ഇൻകം, റവന്യൂ. അടുത്ത എക്സ്പെൻസ്, സാലറി, റെൻ്റ് ഒക്കെയാണ് എക്സാമ്പിൾ. അടുത്തായിട്ട് ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റീറ്റെയിൻ ഏർണിങ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും GL അക്കൗണ്ട് മെയിനായിട്ടുള്ള ടൈപ്സ്. അടുത്ത നമുക്ക് കീ GL ട്രാൻസാക്ഷൻ ഏതെല്ലാം നോക്കാം. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന GLT കോഡ്സ്. ഒന്നാമത്തെ FB50, പോസ്റ്റ് GL ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു FB50. അടുത്തായിട്ട് F-02, അതായത് ജനറൽ പോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു. അടുത്തായിട്ടുള്ളതാണ് FB03, ഡോക്യുമെൻ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. FBL3N, GL അക്കൗണ്ട് ലൈൻ ഐറ്റം ലെവലിൽ ഡിസ്പ്ലേ ചെയ്യാനാണ് നമ്മൾ FBL3N ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് FB01, ഡോക്യുമെൻ്റ് പോസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് FB08, ഡോക്യുമെൻ്റ് റിവേഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ലാസ്റ്റ് വൺ F-03, GL അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ മൂന്ന് T കോഡ്സും പോസ്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്ന് T കോഡ്സ് തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് വെച്ച് കഴിഞ്ഞാൽ FB50യുടെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ GL ആയിട്ട് മാത്രമേ പറ്റത്തുള്ളൂ, GL ലൈനായിട്ട് മാത്രമേ പറ്റത്തുള്ളൂ. അവിടെ വെണ്ടർ കസ്റ്റമറും പറ്റത്തില്ല. അതൊറ്റ സിംഗിൾ സ്ക്രീനിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരിക്കും FB50 എന്നത്. അടുത്തായിട്ട് F-02, അത് ജനറൽ പോസ്റ്റിങ്ങിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരും ഈ F-02ലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവിടെ നമുക്ക് കസ്റ്റമറോ വെണ്ടറോ GLോ എല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ സ്ക്രീനിലായിട്ടായിരിക്കും അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് FB01, അതും F-02 സിമിലാരിറ്റി ഉള്ളതാണ്. അതും ജനറൽ പോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ കസ്റ്റമർ, വെണ്ടറും GLും എല്ലാം പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെയിനായിട്ട് ടെക്നിക്കൽ സൈഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ബാച്ച് അപ്ലോഡ് ചെയ്യാനും ഓട്ടോമേഷനൊക്കെ ആയിരിക്കും ഇത് മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പോസ്റ്റിംഗ് ടു ദ GL. ഒരു GL പോസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് നോക്കാം. അത് കമ്പനി കോഡ് ഉണ്ടായിരിക്കണം, പോസ്റ്റിംഗ് ഡേറ്റ് ഉണ്ടായിരിക്കണം, ഡെബിറ്റ് ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം, എമൗണ്ട് ഉണ്ടായിരിക്കണം, ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, റെൻറ്റ് പെയ്ഡ് ഓൺ 9/7/2025, എമൗണ്ട് 10,000. അപ്പം എക്സ്പെൻസ്, റെൻറ്റിനെ ഡെബിറ്റ് ചെയ്തു, ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പം റെൻ്റ് എന്നുള്ളത് ഡെബിറ്റ് അക്കൗണ്ട് ഉണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ട്. നമ്മളൊരു കമ്പനി കോഡ് ഫോർ എക്സാമ്പിൾ 1000 എന്ന് എടുക്കാം. അപ്പം 1000 എന്ന് പറഞ്ഞ കമ്പനി കോഡിൽ റെൻറ്റ് 9/7/2025 10,000 പെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമ്പനി കോഡുണ്ട്, പോസ്റ്റിംഗ് ഡേറ്റ് ഒന്ന് 9/7/2025 ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റ് അക്കൗണ്ട് ഉണ്ട്, എമൗണ്ട് 10,000 ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് നറേഷനായിട്ട് റെൻറ്റ് പെയ്ഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പോസ്റ്റ് ചെയ്യുന്നതിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം മെയിനായിട്ടും. അപ്പം നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.